എന്താണ് സുഖല്ലേ? കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും. എനർജിയും ഈ ഒരു ക്രൗഡും ഇതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പൊ കുഞ്ഞാപ്പോ എന്തിനും രണ്ട് വാക്ക് പറഞ്ഞു കൊടുത്താ. എല്ലാവർക്കും സുഖല്ലേ? വന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചാനാണ് അല്ലേ? അല്ല വർത്താനം പറഞ്ഞ ഓവറാക്കാനല്ലോ. എന്നാലും രണ്ട് ഡയലോഗൊക്കെ പറയണ്ടേ? കൊമ്പങ്ങാട് പോയ ഇപ്പൊ ചിന്ത സഹിത കൊമ്പത്തിരുന്ന് പാടേണ്. അതാണ് അതപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. നമുക്കേ എത്രത്തോട് പറയാനുള്ളൂ. വീഡിയോസൊക്കെ കാണില്ലേ? എല്ലാവർക്കും ഇഷ്ടല്ലേ? എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വീഡിയോ ചാടിയടി. അതെല്ലാത്തിനും ഉണ്ട്. അതല്ലാതെ ഒന്നൊന്നര അടി അതെല്ലാത്തിനും ഉണ്ട്. അതല്ലാതെ ഇരുന്നടിച്ചു അതെല്ലാത്തിനും ഉണ്ട്. അതല്ലാതെ ഏത് വീഡിയോ ഇന്നൊക്കെ വെള്ളിയാഴ്ചയാണ് മണിച്ചിത്രത്തായി അല്ലേ? ഓക്കെ, എന്നാ അതിന്റെ രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കാം. അതിന്റെ ഡയലോഗ് നമ്മൾ പറഞ്ഞാലോ? സെറ്റല്ലേ? കൊമ്പങ്ങാട് പോയ വാതിലോർക്കെ പിന്നക്ക് വെള്ളിയാഴ്ച അതിന്റെ പറഞ്ഞത് വാതിലോർക്കെ ജുമാക്കുവാ നേരായി. കൊണ്ണ് എന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കുറ്റിപ്പുള്ളിയും സൈനപ്പ് ചാറ്റി നടന്നിട്ടില്ല. പിന്നെ ലജ്ജ് എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. താങ്ക് യു. പോരെ അതല്ല ഇത് പറഞ്ഞതാണോ? ആ നല്ലൊരു കൈയടി എനിക്കടിച്ചോ. കൈയടിക്കാൻ പഠിക്കണ്ട. എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു പടക്കം പൊട്ടുന്ന പോലെ ഒരു കൈയടി ആയിക്കോട്ടെ. ഇനി വേറൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് അറിയോ? നമ്മളില് നീർക്കോലി തവളയും കണ്ടിട്ട് നിങ്ങൾ അതില് ഡ്രമ്മക്ക് പോകുന്ന ഒരു സാധനം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം കുറെ നേരം ഇരുന്ന് കരഞ്ഞിക്കണു ആ വീഡിയോ കഴിഞ്ഞിട്ട്. കൈ പോയി കുത്തിയിട്ടേ കുറെ നേരം പരിക്ക് പറ്റിയിട്ട് കുറെ ആൾക്കാർ ചോദിച്ചാൽ ഈ എഡിറ്റാണോ അത് എങ്ങനെ എത്തായി കാട്ടിയിരുന്നു? ഒന്നുമില്ല, ഒരാഴ്ച പാടിച്ച് ആടി അതൊന്നും നോക്കിയില്ല. തീർച്ചയായും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ അടികളൊക്കെ നേരിട്ട് കൊള്ളുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും സംശയമില്ലേ? അങ്ങനെ ഡെയിലി കൊള്ളുകയാണ് ഇതിന് ജീവൻ ഉണ്ടാവുമോ? ദിവസം അടി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും അഭിനയം മാത്രമാണ് കേട്ടോ. മലപ്പുറംകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് വെറും അഭിനയല്ലേ? അതാണ്. അപ്പൊ പോയിക്കോ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേൾക്കണ്ടേ? ഞങ്ങൾ ഇങ്ങനെ കുറെ നേരമായിട്ട് കാത്തിരിക്കണം. നല്ല പാട്ടാണ് കുട്ടികള്. പാട്ട് കേൾക്കണം, മിമിക്രി കേൾക്കണം. സെറ്റല്ലേ എല്ലാരും? കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേ. ഒരു എനർജി തീർച്ചയായും നിങ്ങളുടെ ഒരു കൈയടിയും സപ്പോർട്ടും ആണ് ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു കുറവും വരുന്നത്. മാക്സിമം കൈയടിച്ചത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാം. കൗങ്ങിന്റെ ഫോട്ടാണ് എടുത്തോ. നമുക്കേ ഏതായാലും നിങ്ങൾക്ക് അറിയില്ല, തമിഴ് സിനിമയിൽ വിജയന്റെ ഒപ്പൊക്കെ കൂടെ അഭിനയിക്കുന്ന ഒരു മൊട്ടടിച്ച് കറുത്തിട്ട് ഒരാളുണ്ട്. തെരി എന്ന് പറഞ്ഞ സിനിമയില് കണ്ടിട്ടുണ്ടോ? അയാളെ വോയിസ് എടുത്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യോ? ഉറപ്പാണോ? റെഡി അല്ലേ? என்னம்மா இப்படி படிக்கலாமா? இந்த வீட்டுக்குள்ள உண்மையாலும் போய் இருக்கு பேபி. நீங்க ஜோசப் தானே கேட்டீங்க? அவரை ஜோசப் இல்லைங்க, நாங்க ஷார்ட்டா விஜய் குமார் தான் கூப்பிடுவோம். சரி பேபி, எனக்கு பிடிச்ச டைலாக் என்ன தெரியுமா? ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டாப்பா. നല്ലൊരു കയ്യടി കൊടുക്കും. ചിക്കോ ഞാൻ പറഞ്ഞിട്ടാ വിചാരിച്ചത്. അത് അറിയാത്തോണ്ടാ സാറേ. ഇനി അടുത്ത നല്ലൊരു പാട്ടായാലോ? അതിന് വേണ്ടി ഒപ്പം പാടുകൾ മാപ്പിളപ്പാട്ട് ഇഷ്ടമുള്ളവർ കൈവന്തിച്ചോ. സിനിമാ പാട്ട് ഇഷ്ടമുള്ളവർ കൈവന്തിച്ചോ. ഇവരോടെ പാട്ട് പാട്ടിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചാൽ സമ്മാനം കൊടുക്കും. തീർച്ചയായും. എന്താ സംശയം? മിക്കി മൗസ് എന്തായാലും സമ്മാനം കൊടുക്കും. ഇവിടെ നല്ല അടിപൊളി അഭിമുഖം കഴിക്കാം. അതും ഒപ്പം നമ്മുടെ കൊമ്പങ്ങാട് കോയിന് കുഞ്ഞാപ്പൂ ആയിരിക്കും ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ചെറിയ കുട്ടികൾക്കുള്ള ചോദ്യം വലിയ ഇഷ്ടം. ശ്രദ്ധിച്ചു കേട്ടോ. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? 9 എത്ര എണ്ണം വരുന്നുണ്ട്? പറ. 2 എണ്ണോ? ആ 2 എണ്ണം പറഞ്ഞ ആള് വന്ന പറഞ്ഞവരൊക്കെ ഉത്തരം പറയണ്ടേ കേട്ടോ. ഇങ്ങോട്ട് കയറ്റും ചോദിച്ചു ഞാൻ
ഇവിടെ വരി. ചോദ്യം മനസ്സിലായില്ല. പിന്നെന്താ? 1 മുതൽ 9 10 ഇജ്ജ് കൊണ്ട് പോവാ. രണ്ടോ പറഞ്ഞ ഒരാളും വരുന്നുണ്ട്. ഓരോ എന്താ പറഞ്ഞു നോക്കട്ടെ. പിന്നെ 11 പറഞ്ഞവരൊക്കെ കാര്യം ചാടി തെറ്റി തരണേ. 31 നിങ്ങൾ കയറി വരുമോ? സ്റ്റേജിൽ കയറുമോ? വരുമോ? വാ ആ കുട്ടീനെ കയറി. ഒരു കുട്ടി 1 മുതൽ 100 വരെ എണ്ണുമ്പോ എത്ര 9 ഉണ്ട് എന്നാണ് ചോദ്യം. എത്ര പറഞ്ഞത്? 1 അത് വെച്ചാ കുട്ടി സ്കൂൾ കുട്ടി ഞാൻ പറഞ്ഞ എനിക്ക് തരുമോ? ഉണ്ടാക്കേ എല്ലാ ശരിയും കേൾക്കണം. 25 28 വെറും 9 മാത്രമുള്ള 100 വരെ 10 ഇവിടെ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞ ആരും കൂടി വരുന്നില്ലല്ലോ സ്റ്റേജിൽ. കേറേ അന്നെ ഞാൻ ഒന്നും കാട്ടില്ല. അപ്പൊ തല്ലൂളൂ. എന്നെ തല്ലൂല പറ. ആ 10 അതിന്റെ പേരെത്താ? ഫിനാന്. അത് ആർക്കോ വേണ്ടിട്ട് പറഞ്ഞ സിനാന്. അനക്ക് വേണ്ടിട്ട് പറഞ്ഞ പേരെത്താ? എങ്ങനെയാ? ആ 10 എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഒന്ന് കാണിച്ചു കൊടുക്ക്. എങ്ങനെയാണ് എങ്ങനെയാണ് ആ 10 ഉത്തരം പറഞ്ഞില്ലേ? ആ 10 എങ്ങനെ പറഞ്ഞു കൊടുക്ക്. അത് നന്നായി. പോട്ടെ, വണ്ടി പോട്ടെ. അടുത്ത ആള് വരും. പറഞ്ഞു തരണ്ടേ കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടി? ആ 1 പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. എവിടേക്കാ പോയി? ഒന്നും പറഞ്ഞ നല്ലൊരു കയ്യടി എല്ലാരും കൂടെ ചേർന്നിട്ട് നല്ല കയ്യടി കളിച്ചു. 1 എല്ലാരും കൂടെ ചേർന്ന് നല്ലൊരു 1 പറഞ്ഞ എല്ലാരും പോരി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എല്ലാരും പോരി. ആ അവർക്ക് ഇതിന്റെ ഭാഗം കുടിച്ചേണ്ടി വരും. അല്ലാതെ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് കുടിച്ചൂല. പേരൊന്നും CPA കോളേജിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആ 1 എന്താ? എത്രയിലെ പഠിച്ചോ വെച്ചാ? അല്ല ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഫൈനൽ. കൊടുക്കും മൈക്ക് കൊടുക്കും. എന്താ പറഞ്ഞു? ആ 1 എങ്ങനെയാണ്? അങ്ങനല്ല ഉത്തരം. അതല്ല. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 വരുന്നുണ്ട്? എത്ര 9 വരുന്നുണ്ട്? അതാണ് ചോദ്യം. നിങ്ങൾ ഓരോ 3 ആൾ ഒരാൾ മിൽക്കിന്റെ പേരിലാണ് കൊടുത്തോളൂ. പൈസ കൊടുത്തോളാം കേട്ടോ. അതെന്തിനാന്ന് കൂടെ പറഞ്ഞുതരാം. ഇങ്ങോട്ട് കേറി വരാനുള്ള ധൈര്യം കാണിച്ചില്ലേ? അതിന് ഓക്കെ. നല്ലൊരു കയ്യിലെടുത്താണേ കുട്ടിക്ക്. ഓക്കെ നെക്സ്റ്റ്. ആര്? ഇവിടെ 30 പറഞ്ഞല്ലേ? ഒരു ഉത്തരം പറഞ്ഞോ. ശരിയാണോ തെറ്റാണോ അറിയില്ല. അങ്ങനെ പേരെന്താ? എത്ര പറഞ്ഞേ? 21. ഇനി ചടക്കുമല്ലോ. പറഞ്ഞ നോക്കട്ടെ. പറഞ്ഞോ. 9, 19, 29, 39, 49, 59, 69, 79, 89, 99, 89, 99. കഴിഞ്ഞില്ലേ? അപ്പൊ 11 ആയിട്ടുള്ളൂ. 11 ആയിട്ടുള്ളൂ. ഇല്ല പറയും. അവൽ മിൽക്ക് കൊടുക്കാൻ 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? വല്ലാത്ത പുത്തൻ തെറ്റ്. 11 എത്ര? 9 തെറ്റ്. 12 തെറ്റ്. റോങ്. 20. വാ കയറുക. നല്ല കയ്യിലെടുക്കും ഈ കുട്ടിക്ക്. പക്ഷെ എണ്ണം 9, 19, 29, 39, 49, 59, 69, 79, 89, 90, 91, 92, നല്ലൊരു കയ്യിലെടുത്താണ് മുത്തുമണിക്ക്. ഒട്ടും സമയം കളയണ്ട. മുഹമ്മദ് 5 8ാം ക്ലാസ്സിൽ പഠിക്കണ ഓൻ ഇത്രയും വെളിവുള്ള കോളേജുള്ളവരവിടെ. അപ്പോളേ ഈ കമ്മിറ്റിക്കാരവിടെ ധൈര്യമായിട്ട് പോയിക്കോളൂ. അതാ ഇതേറ്റ് പോയിക്കോ. ഒന്നാമത്തെ ഇതെനിക്ക് സെന്ററിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. തീർച്ചയായും അപ്പൊ നമ്മുടെ മിൽക്കി മൗസിന്റെ ഫസ്റ്റ് വൗച്ചർ ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പുസ്തകത്തിൽ ചോദ്യം ചോദിച്ചിട്ട് നമ്മളിതാ ഉത്തരം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വെറുതെ അവിടെ നിന്ന് വിളിച്ചു പറയാതെ ധൈര്യപൂർവ്വം വന്നിട്ടുള്ള ആൾക്കാണ്. നമ്മള് പേരെങ്ങനെയായിരുന്നു? മോന്റെ പേര് മുഹമ്മദ് അൻസിൽ ആണ്
ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫ്രീ ആയിട്ട് അഖിലിലേക്ക് ഓക്കെ, താങ്ക് യു. ഒരു നല്ലൊരു കൈയടി ഒന്നും കൂടി ഒരു പാട്ട്